നമസ്കാരം. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിലേക്ക് കടൽമാർഗം കണ്ടുപിടിച്ചതെന്ന്, അല്ലേ? പക്ഷേ ആ കണ്ടുപിടുത്തത്തിന് പിന്നിൽ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും അധികം പറയാത്ത ചോരയുടെയും സംഘർഷത്തിന്റെയും ഒരു വലിയ കഥയുണ്ട്. അതൊരു കച്ചവടത്തിന്റെ കഥയല്ല, മറിച്ച് ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന ഒരു യുദ്ധത്തിന്റെ കഥയാണ്. ഇന്ന് നമ്മൾ ആ അറിയാ കഥയുടെ ചുരുളഴിക്കാൻ പോവുകയാണ്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഈ സ്കൂൾ പുസ്തകങ്ങളിൽ പറയുന്നതിനപ്പുറം എന്തായിരുന്നു സത്യം? ആ കണ്ടുമുട്ടൽ ഒരു സൗഹൃദ സന്ദർശനമായിരുന്നോ, അതോ അതിലും വലുതും ഗൗരവമേറിയതുമായ എന്തെങ്കിലും അതിനു പിന്നിലുണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഗാമയുടെ വരവ് സമാധാനപരമായ ഒരു കച്ചവടത്തിന് തുടക്കം കുറിക്കുകയായിരുന്നില്ല. നേരെ മറിച്ച് മലബാർ തീരത്തെ പതിറ്റാണ്ടുകളോളം രക്തരൂക്ഷിതമാക്കിയ ഒരു നീണ്ട സംഘർഷത്തിന്റെ തുടക്കമായിരുന്നു അത്. ആ കഥ മനസ്സിലാക്കാൻ നമുക്കാദ്യം ഗാമ വരുന്നതിനു മുൻപുള്ള കോഴിക്കോട്ടേക്ക് ഒന്നു പോകാം. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ പോർച്ചുഗീസുകാരൊക്കെ വരുന്നതിനു മുൻപ് മലബാർ തീരം എങ്ങനെയായിരുന്നു? അവിടുത്തെ കച്ചവടം, സംസ്കാരം, ജീവിതരീതി എന്തായിരുന്നു ആ ലോകത്തിന്റെ ഒരു ചിത്രം? 1498 മുൻപുള്ള കോഴിക്കോടിനെ ഒരു ആഗോള നഗരം എന്ന് തന്നെ വിളിക്കാം. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും കച്ചവടക്കാരവിടെ എത്തിയിരുന്നു. കുരുമുളകും ഇഞ്ചിയും കറുവപ്പട്ടയുമെല്ലാം അവിടെ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഒഴുകി. ഈ വലിയ വ്യാപാര ശൃംഖലയുടെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് മാപ്പിള മുസ്ലിം വ്യാപാരികളായിരുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഭരിച്ചിരുന്നത് ഒരു ഹിന്ദു രാജാവായിരുന്നു, സാമൂതിരി. അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുകയും സ്വതന്ത്രമായ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സമാധാനവും സമ്പത്തും നിറഞ്ഞൊരു തീരപ്രദേശം. ഇങ്ങനെ സമാധാനമായി പോയിക്കൊണ്ടിരുന്ന ഒരിടത്തേക്കാണ് വാസ്കോഡഗാമയുടെ കപ്പലുകൾ എത്തുന്നത്. അവരുടെ ആ വരവും ആദ്യത്തെ ചില ഇടപെടലുകളും എങ്ങനെയാണ് പതിയെ പതിയെ വലിയ സംഘർഷങ്ങൾക്ക് വിത്തുപാകിയതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ചെറിയ യാത്രയൊന്നുമായിരുന്നില്ല കേട്ടോ. ഏതാണ്ട് 11 മാസത്തോളം കടലിൽ അലഞ്ഞിട്ടാണ് ഗാമയും സംഘവും കേരള തീരത്തെത്തുന്നത്. ആ യാത്രയുടെ ദൈർഘ്യം തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ എത്ര വലുതായിരുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. അവർ വന്നത് വെറുതെ ഒന്ന് കച്ചവടം നടത്തി മടങ്ങാനായിരുന്നില്ല. സാമൂതിരിയാണെങ്കിൽ വന്ന അതിഥികളെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു. പക്ഷെ പോർച്ചുഗീസുകാർക്ക് ഇവിടുത്തെ രീതികളെക്കുറിച്ച് ഒരു പിടിയുമുണ്ടായിരുന്നില്ല. അവരൊരു ഹിന്ദു ക്ഷേത്രത്തിൽ പോയിട്ട് അതൊരു ക്രിസ്ത്യൻ പള്ളിയാണെന്ന് തെറ്റിദ്ധരിച്ചു. അവിടുത്തെ മാരിയമ്മൻ ദേവിയുടെ രൂപം കണ്ടിട്ട് അത് കന്യാമറിയമാണെന്ന് വരെ അവര് വിചാരിച്ചു. ഇതൊക്കെ വരാനിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ ഒരു ചെറിയ തുടക്കം മാത്രമായിരുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും വഷളാവുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയൊരു വ്യാപാര കേന്ദ്രത്തിന്റെ രാജാവാണ് സാമൂതിരി. അദ്ദേഹത്തിന് ഗാമ കൊടുത്ത സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? കുറച്ച് സാധാരണ തുണികൾ, തൊപ്പികൾ, പിന്നെ കുറച്ച് പഞ്ചസാരയും തേനും. ഇത് കണ്ടപ്പോ കൊട്ടാരത്തിലുള്ളവർക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് വെറുമൊരു മോശം സമ്മാനമായിരുന്നില്ല, മറിച്ച് കോഴിക്കോടിനെയും സാമൂതിരിയെയും പോർച്ചുഗീസുകാർ എത്ര നിസ്സാരമായാണ് കാണുന്നതിന്റെ തെളിവായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും സാമൂതിരി കച്ചവടത്തിന് തയ്യാറായിരുന്നു. അദ്ദേഹം പോർച്ചുഗൽ രാജാവിന് ഒരു കത്തയച്ചു. അതിൽ വളരെ ലളിതമായി പറയുന്നുണ്ട്, എന്റെ രാജ്യത്ത് ധാരാളം സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട്, എനിക്ക് പകരം സ്വർണവും വെള്ളിയും പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വേണം. വളരെ ലളിതമായൊരു കച്ചവടക്കരാർ. പക്ഷെ പോർച്ചുഗീസുകാരുടെ മനസ്സിലിരിപ്പ് അതായിരുന്നില്ല. കച്ചവടവും നയതന്ത്രവുമൊന്നും നടക്കില്ലെന്ന് കണ്ടപ്പോൾ പോർച്ചുഗീസുകാർ അവരുടെ തനി സ്വരൂപം പുറത്തെടുത്തു. സമാധാനപരമായ ചർച്ചകളിൽ നിന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ ഭീകരമായ അക്രമങ്ങളിലേക്ക് ചുവടുമാറി. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്തിനായിരുന്നോ ഇത്? കച്ചവടം ചെയ്യാനല്ലേ വന്നത്? പിന്നെന്തിനാണ് ഈ അക്രമത്തിന്റെ വഴി തെരഞ്ഞെടുത്തത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ ഒഴിഞ്ഞിരിപ്പുണ്ട്. ഇതാണ് യഥാർത്ഥ കാരണം. അവരുടെ ലക്ഷ്യം തുല്യമായൊരു കച്ചവടമായിരുന്നില്ല. നേരെ മറിച്ച് ബലം പ്രയോഗിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കച്ചവടത്തിന്റെ കുത്തക പിടിച്ചെടുക്കുക എന്നതായിരുന്നു. അതോടൊപ്പം ഇതവർക്ക് ഒരു മതപരമായ യുദ്ധം കൂടിയായിരുന്നു. സ്പെയിനിലും പോർച്ചുഗലിലും മുസ്ലിങ്ങളെ പുറത്താക്കിയ അതേ മനോഭാവത്തോടെയാണ് അവർ ഇവിടേക്കും വന്നത്. അവർക്ക് ഇവിടത്തെ മാപ്പിള വ്യാപാരികൾ വെറും കച്ചവടക്കാരല്ല, നശിപ്പിക്കപ്പെടേണ്ട ശത്രുക്കളായിരുന്നു. ഇതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല, വളരെ ആസൂത്രിതമായ ഒരു ഭീകരതയായിരുന്നു. കപ്പലുകൾ കൊള്ളയടിച്ച് സാമ്പത്തികമായി തകർത്തു, പള്ളികൾ നശിപ്പിച്ചും വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിച്ചും മതവിശ്വാസത്തെ തന്നെ ആക്രമിച്ചു. സാധാരണക്കാരെ, സ്ത്രീകളെ അടക്കം പരസ്യമായി പീഡിപ്പിച്ചു. എന്തിനധികം, മക്കയിലേക്ക് ഹജ്ജിനു പോകുന്ന തീർത്ഥാടകരുടെ കപ്പലുകൾ വരെ അവർ തടഞ്ഞു. ഇതൊരു വ്യാപാരതന്ത്രമല്ല, ഒരു സമൂഹത്തെ മൊത്തത്തിൽ തകർക്കാനുള്ള നീക്കമായിരുന്നു.
പോർച്ചുഗീസുകാരുടെ ഈ ക്രൂരതയ്ക്ക് മുന്നിൽ മലബാർ നിശബ്ദമായിരുന്നില്ല. അവിടെ നിന്നാണ് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു വലിയ ചെറുത്തുനിൽപ്പിന്റെ യുദ്ധം ആരംഭിക്കുന്നത്. ചരിത്രത്തിലിത് ലൂസോ മലബാർ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. അതായത് ലൂസോ അഥവാ പോർച്ചുഗീസുകാരും മലബാറും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. ഇത് 1-2 വർഷത്തെ പോരാട്ടമായിരുന്നില്ല. 1502 ഗാമയുടെ രണ്ടാമത്തെ വരവിൽ കോഴിക്കോട് ബോംബിടുന്നത് മുതൽ തുടങ്ങുന്നു ഈ സംഘർഷം. പിന്നീട് കൊച്ചിയിൽ കോട്ട കെട്ടുന്നു, സാമൂതിരിയുടെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു. ഒടുവിൽ 1571 സാമൂതിരിയുടെ സൈന്യം ചാലിയത്തെ പോർച്ചുഗീസ് കോട്ട പിടിച്ചെടുത്ത് ഇടിച്ചു നിരത്തുന്നതുവരെ ഈ യുദ്ധം തുടർന്നു. ഇതൊരു നീണ്ടതും ചോര ചിന്തിയതുമായ ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. പോർച്ചുഗീസുകാർക്ക് അറിയാമായിരുന്നു നേരിട്ടുള്ള യുദ്ധം മാത്രം പോരെന്ന്. അവർ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം ഉപയോഗിച്ചു. സാമൂതിരിയുടെ ശത്രുക്കളായ കൊച്ചിയിലെയും കണ്ണൂരിലെയും രാജാക്കന്മാരെ അവർ കൂട്ടുപിടിച്ചു. തീരം മുഴുവൻ കോട്ടകൾ കെട്ടി തങ്ങളുടെ സൈനിക ശക്തി ഉറപ്പിച്ചു. പിന്നെയാണ് അവരുടെ ഏറ്റവും വലിയ അടവ്, കാർട്ടാസ് എന്നൊരു പാസ് സിസ്റ്റം. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു കപ്പൽ ഇറക്കണമെങ്കിൽ പോർച്ചുഗീസുകാർക്ക് കപ്പം കൊടുക്കണം. ഒരു തരം ഗുണ്ടാപ്പിരിവ്. നൂറ്റാണ്ടുകളായി എല്ലാവരും സ്വതന്ത്രമായി കച്ചവടം ചെയ്തിരുന്ന ഒരു കടലിലാണ് അവർ ഈ നിയമം കൊണ്ടുവന്നത്. പക്ഷേ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതിനെതിരെ ഒരു ചെറുത്തുനിൽപ്പ് ഉയർന്നുവരും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളിലൊന്നിനാണ് മലബാർ തീരം അന്ന് സാക്ഷ്യം വഹിച്ചത്. ഈ പോർച്ചുഗീസ് ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ആഘാതം ഏറ്റുവാങ്ങിയത് മാപ്പിള സമൂഹമായിരുന്നു. സമാധാനപരമായി കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ആ സമൂഹം തങ്ങളുടെ ജീവനും അഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടി ആയുധമെടുക്കാൻ നിർബന്ധിതരായി. വ്യാപാരികളിൽ നിന്ന് അവർ പോരാളികളായി മാറി. ഈ ചെറുത്തുനിൽപ്പിന് പ്രധാനമായും 2 മുഖങ്ങളുണ്ടായിരുന്നു. ഒരു വശത്ത് ഷെയ്ഖ് ഷെയ്നുദ്ദീൻ മഖ്ദൂമിനെപ്പോലുള്ള പണ്ഡിതന്മാർ. അദ്ദേഹം തന്റെ എഴുത്തിലൂടെ പോരാട്ടത്തിന് ഒരു ബൗദ്ധികമായ ദിശാബോധം നൽകി. അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന പുസ്തകം ഇന്ത്യയിലെ ആദ്യത്തെ കൊളോണിയൽ വിരുദ്ധ ഗ്രന്ഥമായാണ് കണക്കാക്കപ്പെടുന്നത്. മറുവശത്ത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായ കുഞ്ഞാലി മരയ്ക്കാർമാർ. കടലിൽ പോർച്ചുഗീസുകാരെ വിറപ്പിച്ച ധീരരായ പോരാളികളായിരുന്നു അവർ. 1 നൂറ്റാണ്ടോളമാണ് അവർ കടലിൽ ഗറില്ല യുദ്ധം നടത്തിയത്. ഷേഖ് സൈനുദ്ദീന്റെ ഈ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തെയും ജീവനെയും അഭിമാനത്തെയും തകർക്കാൻ വരുന്ന ഒരാളെ തുരത്തുക എന്നത് ഓരോരുത്തരുടെയും കടമയാണ്. ഇതൊരു പ്രതിരോധമാണ്. ഈ ഒരു ആശയമാണ് ആ പോരാട്ടത്തിന് 1 നൂറ്റാണ്ടോളം ഊർജം നൽകിയത്. അപ്പൊ ഈ നൂറ്റാണ്ട് നീണ്ട സംഘർഷത്തിന്റെ അവസാനം എന്തായി? എന്തായിരുന്നു അതിന്റെ ബാക്കി പത്രം? കേരളത്തിന്റെ ചരിത്രത്തെ അതെങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? നമുക്ക് നോക്കാം. പോർച്ചുഗീസുകാരുടെ വരവ് കേരളത്തിന്റെ ചരിത്രത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആ പഴയ സമാധാനപരമായ കച്ചവടം ഇല്ലാതായി. കോഴിക്കോടിന്റെ പ്രതാപം അസ്തമിച്ചു. തീരത്ത് ജീവിക്കാൻ കഴിയാതെ ഒരുപാട് പേർ ഉൾനാടുകളിലേക്ക് പലായനം ചെയ്തു. പക്ഷേ ഈ സംഘർഷങ്ങൾക്കിടയിലും മാപ്പിള സമൂഹത്തിനിടയിൽ ശക്തമായ ഒരു കൊളോണിയൽ വിരുദ്ധ മനോഭാവം രൂപപ്പെട്ടു. പോർച്ചുഗീസുകാർക്ക് ഒരിക്കലും മലബാറിനെ പൂർണ്ണമായി കീഴടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ നൂറ്റാണ്ട് നീണ്ട യുദ്ധത്തിന്റെ മുറിവുകൾ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോയില്ല. അപ്പോ അവസാന ഒരു ചോദ്യം. 500 വർഷം മുൻപ് കുറിച്ചു കുരുമുളകിനും ഇഞ്ചിക്കും വേണ്ടി നടന്ന ഈ യുദ്ധം ഇന്ന് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു രാജ്യത്തെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അർത്ഥം? ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കി മറ്റൊന്ന് സ്ഥാപിക്കുന്നതാണോ ആഗോളവൽക്കരണം? വാസ്കോ ഡി ഗാമയുടെ കഥയുടെ ഈ മറ്റൊരു വശം ചരിത്രത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. ഈ വിശകലനം നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.